ഹലോ ഗൈസ്, ബാക്കി വന്ന ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള സിമ്പിൾ റെസിപ്പി ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകണം. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് അത് നമ്മുടെ വീട്ടിലുള്ള അനുസരിച്ചിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് അടുപ്പ് കത്തിക്കണം, പാത്രം ചൂടാക്കണം, എണ്ണ ഒഴിക്കണം, പിന്നെ 2 മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്, നല്ല കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് ചെയ്യണം. എത്രത്തോളം ചെയ്തോ അത്രത്തോളം ടേസ്റ്റ് ചെയ്യും. ദെൻ പാൻ വയ്ക്കുക, എണ്ണ ഒഴിക്കുക. ഫസ്റ്റ് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഇടുക. അതൊന്ന് ജസ്റ്റായിട്ട് ക്യാരറ്റിനുള്ള വേവ് കൊടുത്തിട്ട്, അപ്പോൾ ക്യാരറ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും തക്കാളി ഇടുക. ഒക്കെപ്പാടെ നമ്മളിട്ട് വഴണ്ട് നന്നായിട്ട് ഇതാവൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് കടിക്കാൻ കിട്ടണം. പിന്നെ നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കാം ചെറുതായിട്ട്. പിന്നെ നമ്മളധികം ഫ്ലേവർ ആഡ് ചെയ്യണില്ല, അപ്പോൾ ചിക്കൻ മസാലയും ഉപ്പും മാത്രമേ ഉള്ളൂ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ചിക്കൻ വെച്ച മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളെ കുറച്ച് കുക്കുംബർ, പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്നുകൂടി ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ റൈസ് ആഡ് ചെയ്യണം. അത് നമ്മുടെ മസാല അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം. എനിക്ക് മിക്സ് ചെയ്യാൻ അറിയുന്നില്ല, പക്ഷേ ഞാൻ മിക്സ് ചെയ്യും, നന്നായിട്ട് ചെയ്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം അടച്ചു വെക്കുന്നുണ്ടോ. അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മളത് ഒന്ന് ആവി കയറിയിട്ട് തുറന്നിട്ട് പിന്നെ കുറച്ചുകൂടി കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കുക, കുറച്ച് മല്ലിയില ഇട്ടുക, തീ ഓഫാക്കി നമ്മുടെ സാധനം റെഡി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ.